ഹലോ ഫ്രണ്ട്സ്, സൊല്യൂഷൻ ലൈവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 350യുടെ ക്ലച്ച് കേബിൾ എങ്ങനെ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ മാറ്റാം എന്നുള്ളതാണ്. ഈ ക്ലച്ച് കേബിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ഇവിടെ ആയിട്ട് പ്ലാസ്റ്റിക് പൊട്ടിപ്പോയിട്ടുണ്ട്, ഇതിനടിയിലായിട്ട് ഒരഞ്ഞും പോയിട്ടുണ്ട്, തുരുമ്പൊക്കെ എടുത്തിട്ടുണ്ട് ഉള്ളിൽ. ഇതിപ്പോൾ എങ്ങനെ വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ക്ലച്ച് ഇങ്ങനെ ഒരു ടൈറ്റ് പോലെയൊക്കെ തോന്നും. അപ്പോഴാണ് നമ്മളിത് മാറ്റി കൊടുക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ താഴത്തുള്ള ഈ 2 സ്ക്രൂ ആണ് ലൂസാക്കി കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 12ൻ്റെ സ്പാനറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ കയ്യിൽ 12ൻ്റെ സ്പാനർ പൊട്ടിപ്പോയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത് വെച്ചിട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി. അധികം ടൈറ്റായിട്ടൊന്നും വെച്ചിട്ടുണ്ടാവില്ല. അതൊന്ന് ജസ്റ്റ് ലൂസാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് കേബിളൊന്ന് ലൂസാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു കൊതയിലാണ് അത് കുടുക്കിയിട്ടിട്ടുണ്ടാവുക. അതിൽ ജസ്റ്റ് ആ കൊതയിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ കിട്ടും. ഇതിൻ്റെ അവിടെ ആയിട്ടൊരു ചെറിയൊരു ഹോളിലാണ് ഈ കേബിൾ കുടുക്കി വെച്ചിട്ടുണ്ടാവുക. ഈ കൊതയിലാണ് ഇത് കുടുക്കി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഹോളിൽ നിന്നാണ് നമുക്കിത് റിമൂവ് ചെയ്യേണ്ടത്. ഇനി അതിന് ശേഷം റിമൂവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള ഈ റബ്ബറൊന്ന് റിമൂവ് ചെയ്യണം. അത് കംപ്ലൈൻ്റ് ആയെന്ന് വെച്ച് കുഴപ്പമില്ല, കാരണം നമ്മൾ പുതിയത് മേടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം വേറെ റബ്ബറും കൂടിയും കിട്ടും. എന്നാലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു നെറ്റ് വരുന്നുണ്ട്. അതായത് ആ ഒരു നെറ്റ് മാത്രം ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. അത് ഫുള്ളായിട്ട് ലൂസ് ചെയ്ത് ഇങ്ങോട്ട് ഊരിയെടുക്കുക. ഊരിയെടുത്തതിന് ശേഷം പതുക്കെ ആ കേബിളൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് റിമൂവ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ താഴത്തെ ഇത് അഴിച്ചിട്ടുണ്ട്, താഴെ നിന്ന് ഇപ്പോൾ കേബിൾ അഴിച്ചിട്ടുണ്ട്. ഇനി മേലെയാണ് വരുന്നത്. മേലെ ഇതേപോലെ തന്നെ ഉള്ളിലൊരു ചെറിയൊരു കൊതയിൽ തന്നെയാണ് ആ ഇരിക്കുന്നുണ്ടാവുക. ആദ്യം കേബിൾ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അവിടെ ഒരു ലൈന് പോലെ കാണാം. ആ ലൈനിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് തള്ളിയാൽ മതി. അപ്പോൾ നമ്മൾക്ക് ആ ഇത് കിട്ടും. അതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടാവും. അവർ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങാതിരിക്കാനാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് തള്ളി കൊടുത്താൽ മതി. അപ്പോൾ അടിയിലോട്ട് വലിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ ഉള്ളിലെ ബാക്കിയുള്ള വയറൊന്നും കട്ടാവാതെ പതുക്കെ വേണം ചെയ്യാൻ. ഇത് നമ്മൾ ഷോറൂമിൽ പോയി മേടിച്ചതാണ് ഈ ക്ലച്ച് കേബിൾ. ഇതിന് ഏകദേശം ഒരു 140 രൂപ വരുന്നുണ്ട്. ഇതാണ് നമ്മളിതിൽ ഫിറ്റ് ചെയ്യാൻ പോണത്. ഇതിൻ്റെ തലപ്പ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് പഴയ കേബിളിലുള്ള അതേപോലെ തന്നെയാണ് വരുന്നത്. ഇതിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവമൊക്കെ അതിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ജസ്റ്റ് അതൊന്ന് ഊരുക, ആ പ്ലാസ്റ്റിക്കിൻ്റെ അതൊന്ന് ഊരുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രൂ വരുന്നുണ്ട്, ആ സ്ക്രൂ ഒന്ന് ഊരുക. സ്ക്രൂ രണ്ടും ഊരണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ കേബിൾ മുകളിലത്തെ ഹെഡിൽ നിന്നാണ് നമ്മൾ അടിയിലേക്ക് ഇടുന്നത്. അതാകുമ്പോൾ ഒന്നുകൂടി സുഖമായിട്ട് കേബിൾ നമുക്ക് താഴേക്ക് ഇടാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്ന് പതുക്കൊന്ന് ഇതാക്കി കൊടുക്കുക. അതിൻ്റെ ഉള്ള വയറും കാര്യങ്ങളും കട്ടാവാതെ തന്നെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഇറക്കി കൊടുക്കുക. ഇത് ഇങ്ങനെ ആകുമ്പോൾ സുഖമായിട്ട് നമുക്ക് കിട്ടും. ഉള്ളിലേക്ക് തള്ളി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ള വയറും കാര്യങ്ങളൊന്നും ഡാമേജ് ആവാതെ തന്നെ ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ആ റബ്ബറിൻ്റെ ആ സംഭവം ഒന്ന് ഉള്ളിലേക്ക് ചെയ്ത് കൊടുക്കുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ കേബിൾ മുകളിലൂടെ തള്ളി കൊടുത്തുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് കേബിൾ ഇടാൻ പറ്റിയത്. താഴെ നിന്നാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിട്ട് അടിയിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാവും, അതിലേക്ക് ഈ കൊതയൊന്ന് കുടുക്കി കൊടുക്കുക. നമ്മൾ ഈ സൈക്കിളിൻ്റെ കേബിളൊക്കെ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ്. എന്നിട്ട് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് തിരികെ കൊടുക്കുക. കേബിൾ മുകളിൽ കറക്റ്റ് അല്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇത്ര പണിയുള്ളൂ മുകളിൽ സെറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് താഴത്തെ ഭാഗത്താണ് ഇതിൻ്റെ സംഭവം വരുന്നത്. താഴത്തെ ഒരു ചെറിയൊരു ഹോളുണ്ട്, അതിലൂടെ നമ്മളെ കേബിൾ കയറ്റുക. എന്നിട്ട് നേരെ സ്ക്രൂ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ടാമത്തെ സ്ക്രൂ ഒന്ന് എടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ സ്ക്രൂ മാക്സിമം സ്ക്രൂകളൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. കാരണം ആ കൊതയിലൊന്ന് കറക്റ്റ് ചെയ്ത് കുടിക്കിയതിന് ശേഷം ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ആ റബ്ബറിൻ്റെ സംഭവം ഇടാൻ മറക്കരുത്, കാരണം അതാണ് നമ്മുടെ കേബിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. മഴയും പൊടിയും കാര്യങ്ങളൊന്നും കേബിളിൻ്റെ ഉള്ളിലേക്ക് കയറാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഭവമാണ് അത്. എന്നിട്ട് നമ്മൾ ആ കൊതയിലേക്കൊന്ന് ജസ്റ്റ് കുടുക്കി കൊടുക്കുക. ഇതിൻ്റെ കേബിൾ എത്രത്തോളം ഇത് വേണം വെച്ചാൽ അതൊന്ന് ലൂസ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ആ കൊതയിലേക്കൊന്ന് കുടുക്കി കൊടുക്കുക. കണ്ടില്ലേ, അതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ സ്ക്രൂകൾ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. എത്രത്തോളം നമ്മളെ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണോ അതിനനുസരിച്ച് മുകളിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് സ്ക്രൂ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ക്ലച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കരുത്. ഒരു ചെറിയൊരു പ്ലേയിൽ തന്നെ ഇടുക, അപ്പോഴാണ് ക്ലച്ച് സ്മൂത്തായിട്ട് വർക്കാവുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലച്ചും കാര്യങ്ങളും ഇപ്പോൾ പക്ക സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.